ഹലോ, നമസ്കാരം. അങ്ങനെ OTT അടുത്ത് വന്ന നമ്മുടെ അണ്ടർ റേറ്റഡ് നായകൻ എന്ന് പറയുന്ന സൈജു ഗ്രൂപ്പിന്റെ അഭിലാഷം എന്ന സിനിമ കണ്ടു ഇന്നലെ. സിനിമയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു OTT ഇറങ്ങിയ സിനിമയെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഈ സിനിമ കണ്ടപ്പോൾ നിങ്ങളോട് ഇതിനെ കുറിച്ച് പറയണമെന്ന് എനിക്ക് തോന്നി. ആകെ 2 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ വന്ന ഒരു സിനിമയാണ്. നമ്മുടെ എമ്പുരാന്റെ കൂടെ റിലീസ് ചെയ്ത സിനിമ ആയതുകൊണ്ട് തന്നെ അത് ആ സമയത്ത് മുങ്ങിപ്പോയ ഒരു സിനിമയാണ്. സൈജു കുറുപ്പ് നായകനായിട്ടുള്ള വന്ന പല സിനിമകളും അത്ര ഗംഭീര വിജയങ്ങളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഭരതനാട്യം എന്ന സിനിമ ഇതേപോലെ തന്നെ തിയേറ്ററിൽ പരാജയപ്പെടുകയും OTT വന്നിട്ട് വളരെ പ്രേക്ഷക പ്രശംസ നേടുകയും ചെയ്ത സിനിമയാണ്. അതിന്റെ 2ാം ഭാഗം വരാൻ പോവുകയാണ്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒരു പതിഞ്ഞ താളത്തിലാണ് പോകുന്നത്. ഇത്തിരി സ്ലോ ആയിട്ട് പോകുന്ന സിനിമയാണ്. അതിന്റെ കൂടെ തന്നെ നല്ല പാട്ടുകളും ഉണ്ട്. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ. അതായത് അഭിലാഷ് എന്ന ക്യാരക്ടറായിട്ട് വരുന്നതാണ് സൈജു കുറുപ്പ്. അതുപോലെ തൻവീറാം, അർജുന അശോകൻ, അതുപോലെ തൻവീറാമിന്റെ കുട്ടിക്കാലം കാണിക്കുന്ന പെൺകുട്ടി വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നിംന ഫാത്തിമ, അങ്ങനെ എന്താണ് കുട്ടിയുടെ പേര്. അതുപോലെ ആ സമയത്ത് കാണിക്കുന്ന പാട്ടുകളാണെങ്കിലും എന്താ പറയാ, കോറിയോഗ്രാഫി ആണെങ്കിലും വളരെ നല്ല രീതിയിൽ ചെയ്തതായിട്ട് എനിക്ക് തോന്നി. പിന്നെ വളരെ സ്ലോവിലാണ് സിനിമ പോകുന്നതെങ്കിലും അവിടെ ഇവിടേക്കും കുറച്ച് നർമ്മ മുഹൂർത്തങ്ങളുണ്ട്. അതുപോലെ ഇതിന്റെ എടുത്തു പറയാവുന്നത് ക്ലൈമാക്സ് എനിക്ക് വളരെ ഇംപ്രസ് ആയി തോന്നി. അതായത് സാധാരണ ഒരു ക്രിഞ്ച് ക്ലൈമാക്സ് ആവേണ്ട ഒരു സാധനം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ക്ലൈമാക്സ് ചെയ്തത്. ഒട്ടും സിനിമാറ്റിക് അല്ലാതെ വളരെ റിയാലിറ്റിയോട് ബന്ധപ്പെട്ട് രീതിയിൽ നിൽക്കുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരുന്നു. അങ്ങനെ ചുരുക്കി പറയുകയാണെങ്കിൽ മൊത്തത്തിൽ എനിക്കൊരു ഫീൽ ഗുഡ് അനുഭവമാണ് സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും OTT വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടു നോക്കാവുന്നതാണ്. കണ്ടിട്ട് അഭിപ്രായം പറയും. അപ്പോൾ ഓക്കെ, ബൈ.